ടേംസ് ഓഫ് റെഫറൻസ് വെറുമൊരു കരാറല്ല, പാകിസ്ഥാനുള്ള മോദിയുടെ ചാട്ടവാറടി. പാകിസ്ഥാൻ സൗദി അറേബ്യയെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരൊറ്റ കരാറിലൂടെ 6 മുസ്ലിം രാഷ്ട്രങ്ങളെ ഭാരതത്തിനോട് ചേർത്ത് നിർത്തുകയാണ് നരേന്ദ്രമോദി. 20 വർഷങ്ങൾക്ക് മുൻപ് നിലച്ച ഒരു കരാറാണ് ഇപ്പോൾ ജീവൻ വയ്ക്കുന്നത്. 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാർ 6 മാസം പോലും തികയുന്നതിന് മുന്നെയാണ് പാകിസ്ഥാന്റെ കടക്കൽ തന്നെ കത്തിവെച്ച നരേന്ദ്രമോദിയുടെ സംഹാര താണ്ഡവം. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ മേഖലയിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കുന്ന ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ ഗൾഫ് മേഖലയിലെ സ്വാധീനം ഉറപ്പിക്കാൻ നിർണായക നീക്കവുമായി ഇന്ത്യ. ഗൾഫ് സഹകരണ കൗൺസിലിലെ 6 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഇന്ത്യ ഔദ്യോഗികമായി പുനരാരംഭിച്ചു. ഇന്ത്യയും സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ തുടങ്ങി 6 GCC രാജ്യങ്ങൾ തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ടേംസ് ഓഫ് റെഫറൻസിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചു. 2004 ആരംഭിച്ചു എങ്കിലും പിന്നീട് നിലച്ചുപോയ ചർച്ചകളാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു തന്ത്രപരമായ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പാകിസ്ഥാനുമായുള്ള സൗദിയുടെ ഈ അടുപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധപരമായി പ്രാധാന്യമുള്ളതാണ്. ഈ സാഹചര്യത്തിലും സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനവും നീക്കവും. പാകിസ്ഥാനും UAEയും തമ്മിലുള്ള ബന്ധത്തിൽ സമീപകാലത്ത് വിള്ളലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമാബാദ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ഏറ്റെടുക്കാനുള്ള കരാറിൽ നിന്ന് UAE പിന്മാറിയത് ഇതിന്റെ സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇന്ത്യയുമായി മറുവശത്ത് UAE ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. GCC രാജ്യങ്ങളിൽ ഏകദേശം 1 കോടിയോളം ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്. 2024-25 കാലഘട്ടത്തിൽ ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഏകദേശം $178 ബില്യൺ എത്തിയിരുന്നു. പുതിയ കരാർ നിലവിൽ വരുന്നതോടെ ഭക്ഷ്യ സംസ്കരണം, IT, പെട്രോ കെമിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാകും എന്നാണ് പ്രതീക്ഷ. യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയുടെ ഗൾഫ് മേഖലയിലെ ഈ നീക്കം. ചുരുക്കത്തിൽ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുമായി സൈനിക സഖ്യത്തിന് ശ്രമിക്കുമ്പോൾ ആ രാജ്യങ്ങളുമായി ആഴത്തിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ച് സ്ഥാനം ഉറപ്പാക്കാനാണ് നരേന്ദ്രമോദി ലക്ഷ്യം വെക്കുന്നത്. പാകിസ്ഥാൻ അടുത്തിടെ സൗദി അറേബ്യയുമായി ഒരു പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അക്കാലത്ത് തുർക്കി, അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളും ഉടൻ തന്നെ അതിൽ ചേരും എന്നാണ് ഊഹിക്കപ്പെട്ടിരുന്നത്. പാകിസ്ഥാന്റെ അഭ്യർത്ഥന ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാനുമായും സൗദി അറേബ്യയുമായും ബഹുമുഖ പരസ്പര പ്രതിരോധ കരാറിൽ തുർക്കിക്ക് താല്പര്യമില്ല എന്നാണ് ഒരു മുതിർന്ന സൈനിക വൃത്തം കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ തന്നെ ബഹുമുഖ ക്രമീകരണങ്ങളെ അനുകൂലിക്കുന്നില്ല എന്നും ഉഭയകക്ഷി പ്രതിരോധ കരാറുകൾ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളൂ എന്നും സ്രോതസ് പറയുന്നു. സൗദി അറേബ്യയുടെ തലത്തിൽ പ്രതിരോധ നവീകരണത്തിൽ നിക്ഷേപം നടത്താനുള്ള ശേഷി 2 രാജ്യങ്ങളിലും സായുധ സേനകൾക്ക് ഇല്ല എന്നും ഇത് ഒരു ത്രികക്ഷി പ്രതിരോധ സഖ്യം അപ്രായോഗികമാക്കുമെന്നും സ്രോതസ്സുകൾ പറയുന്നു. എന്നാലും ഒരു പ്രതിരോധ കരാറിന്റെ സാധ്യത തള്ളിക്കളയുമ്പോൾ പാകിസ്ഥാനുമായുള്ള പ്രതിരോധ ബന്ധം തുർക്കി പോലുള്ള രാജ്യങ്ങൾ ശക്തമായി തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.